എട്ടാം ക്ലാസ്സിലെ പിള്ളേരെ നിങ്ങൾ നോക്കിയേ, ഇതാ എൻ്റെ കയ്യിൽ 2 കോയിൻ ഉണ്ട്. ഈ 2 കോയിനും കൂടെ ഞാൻ ചേർത്ത് വെച്ച് ഒരുമിച്ച് ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് 2 കോയിൻ എന്ന് പറയാൻ പറ്റുമോ? ഒറ്റ കോയിൻ എന്നല്ലേ കാണാൻ പറ്റുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഈ 2 കോയിനും ഒരുപോലത്തെ ആയതുകൊണ്ട്, ഈക്വൽ ആയതുകൊണ്ട് രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഒന്നായിട്ടേ കാണാൻ പറ്റൂ. എന്തുകൊണ്ടാണ്? ഇത് രണ്ടും ഈക്വൽ ആണ്. ഇതുപോലെ ഈക്വൽ ആയിട്ടുള്ള ത്രികോണങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും, ട്രയാങ്കിൾസ് എങ്ങനെ ഈക്വൽ ആകുന്നു എന്നതാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ തന്നിരിക്കുന്ന ചിത്രങ്ങൾ എന്താണ് നിങ്ങൾക്കറിയാം. 2 ത്രികോണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഞാനൊരു പെട്ടിക്കകത്ത് കുറച്ച് കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പൊ എന്തുവാ ഈ ത്രികോണങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഈ 2 ത്രികോണങ്ങളിലും വശങ്ങൾ നോക്കി. ഇവിടെ 6 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇപ്പുറത്തും 6 സെന്റിമീറ്റർ ഉണ്ട്. ഇവിടെ 3 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇവിടെയും 3 സെന്റിമീറ്റർ ഉണ്ട്. ഇവിടെ 4 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇവിടെയും 4 സെന്റിമീറ്റർ. എന്ന് വെച്ചാൽ ഈ 2 ത്രികോണങ്ങളിലെയും എന്ത് തുല്യമാണ് മക്കളെ? വശങ്ങൾ അല്ലെങ്കിൽ സൈഡ്സ് തുല്യമാണ്. എന്ത് തുല്യമാണ്? ഈ 2 ത്രികോണങ്ങളിലെയും സൈഡ്സ് അല്ലെങ്കിൽ വശങ്ങൾ തുല്യമാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ പഠിക്കേണ്ടത്, നിങ്ങൾ ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് പഠിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഇഫ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ 2 ട്രയാങ്കിൾ, 2 ത്രികോണങ്ങളുടെയും വശങ്ങൾ തുല്യമാണെങ്കിൽ, കണ്ടോ ഇവിടെ 3 സെന്റിമീറ്റർ വന്നപ്പോൾ ഇവിടെ 3 സെന്റിമീറ്റർ, ഇവിടെ 6 സെന്റിമീറ്റർ വന്നപ്പോൾ ഇവിടെയും 6 സെന്റിമീറ്റർ, ഇവിടെ 4 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇവിടെയും 4 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ 2 ത്രികോണങ്ങളിലെയും കോണുകൾ തുല്യമായിരിക്കും. രണ്ടിലെയും കോണുകളും അല്ലെങ്കിൽ ആംഗിൾസും സെയിം ആയിരിക്കും. ഇതാണ് നമ്മുടെ ഈ ക്ലാസ്സിലെ ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ എന്തോ പഠിക്കണ്ടേ? ഇപ്പോഴേ കേട്ടു പഠിച്ചോ. 2 ത്രികോണങ്ങളുടെയും വശങ്ങൾ തുല്യമാണെങ്കിൽ അതിന്റെ കോണുകൾ സെയിം ആയിരിക്കും മക്കളെ, സെയിം ആയിരിക്കും. അതെങ്ങനെയാണ് സെയിം ആക്കുന്നത് നമുക്ക് ഇപ്പോ പഠിക്കാം. എങ്ങനെ കോണുകൾ തുല്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ സൈഡ്സ് ഓഫ് ഈക്വൽ ലെങ്ത്, തുല്യ നീളമുള്ള വശങ്ങൾക്കെതിരെയുള്ള കോൺ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഈ പെട്ടിയിൽ എഴുതിയേക്കുന്ന വായിച്ചാലും മനസ്സിലാവത്തില്ല. അപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ ഇപ്പൊ എഴുതാൻ പോകുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി നിങ്ങൾ എഴുതി പഠിക്കണം. ഓക്കെ ആണ്, സെറ്റാണ്. അപ്പൊ അതാ നോക്കിക്കോ, ഇത്ര മാത്രമേ ഉള്ളൂ മക്കളെ. ശ്രദ്ധിക്കുക, ദാ ഇവിടെ ഒരു 6 സെന്റിമീറ്റർ നിങ്ങൾ കാണുന്നുണ്ട്. ഒരു ത്രികോണത്തിൽ ഒരു 6 സെന്റിമീറ്റർ ഉണ്ട്. അപ്പുറത്ത് വരച്ചേക്കുന്ന ത്രികോണത്തിലും ഒരു 6 സെന്റിമീറ്റർ ഉണ്ട്. ഓക്കെയാണ്. ഈ 2 ത്രികോണങ്ങളുടെയും 6 സെന്റിമീറ്റർ നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ചുരുക്കും, നിങ്ങൾ നേരെ നിങ്ങളുടെ കണ്ണിലോട്ട് വരത്തില്ലേ, അതുപോലെ നേരെ ഓപ്പോസിറ്റ്, നേരെ എതിരെ. അപ്പൊ ഈ 6 സെന്റിമീറ്റർ സൈഡ് നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എവിടുത്തെ കോൺ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്? ഇവിടുത്തെ കോൺ കണ്ടോ, ഞാൻ റെഡ് മാർക്ക് ചെയ്ത കണ്ടോ, ആ കോണും അതോടൊപ്പം ഈ 6 സെന്റിമീറ്ററിന് എതിരെ ഉള്ള ഈ കോണും എന്തുമായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ മക്കളെ നമുക്ക് എങ്ങനെ എഴുതാടാ? നമ്മൾ എഴുതുന്നത് ഇങ്ങനെയായിരിക്കണം. ആംഗിൾ നോക്ക്, നമുക്ക് ഇവിടുത്തെ കോണാണ് പറയണ്ട, പേര് പറ, CAB എന്നേ പറയൂ. നടുക്കാണ് എ വരേണ്ടത്. അപ്പൊ ആംഗിൾ CAB. അപ്പൊ CAB എന്ന് പറയുന്ന ആംഗിൾ എന്തിന് ഈക്വൽ ആണ്? ഇപ്പുറത്തെ ആംഗിളായ PQR ഈക്വൽ ആയിരിക്കും. ആംഗിൾ PQR ഈക്വൽ ആയിരിക്കും. അപ്പോ എങ്ങനെയാണ് തുല്യമാവുന്നത്? അപ്പൊ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ തുല്യമാണെങ്കിൽ അതിന്റെ കോണുകൾ തുല്യമാണ്. ഏത് കോണ് തുല്യമാണ്? തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോൺ, തുല്യവശങ്ങൾക്ക് ഓപ്പോസിറ്റ് ഉള്ള കോണായിരിക്കും ഈക്വൽ. അപ്പൊ ഈ കോണും ഈക്വൽ. എന്തുകൊണ്ടാണ്? ഇവിടെയും 6 ഇത് എഴുതാൻ പഠിക്കണം. ഓക്കെ ആണോ? ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ ആദ്യ പോയിന്റ്. സിമ്പിൾ ആണ്. നമുക്ക് അടുത്ത് എഴുതാലോ. ഇനി നമുക്ക് തുല്യമായിട്ടുള്ള മറ്റൊരു വശം എടുക്കാം മക്കളെ. ഇവിടെ ഒരു 4 സെന്റിമീറ്റർ ഉണ്ട്, കണ്ടല്ലോ. അതാണെങ്കിൽ ഇപ്പുറത്തെ ത്രികോണത്തിലും ഒരു 4 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ തുല്യ വശങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ എതിരെ ഉള്ള കോൺ, അതിന് ഓപ്പോസിറ്റ് ഉള്ള കോൺ നോക്കടാ. ഈ 4ന് ഓപ്പോസിറ്റ് വരച്ചാൽ ഇവിടുത്തെ കോണും അതോടൊപ്പം മറ്റേ 4ന് ഓപ്പോസിറ്റ് എതിരെ വരച്ചാൽ ഇവിടുത്തെ കോണും എന്തുമായിരിക്കും? തുല്യമായിരിക്കും. നമുക്ക് ആ പേരുകൾ എഴുതാം. ശ്രദ്ധിക്കുക, നോക്കടാ. ഇവിടുത്തെ കോണിന്റെ പേര് പറ, ABC. ആംഗിൾ ABC. ആംഗിൾ ABC ഈസ് ഈക്വൽ ടു, ഇപ്പുറത്തെ കോണ് പറ. ഇപ്പുറത്തെ കോൺ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ അല്ലയോ എന്ന് പറയുമ്പോൾ ഏതാ?
ആർ ക്യൂ എന്ന് പറഞ്ഞ 6 നടുക്ക് വരണം. അപ്പൊ എന്ത് വരും? ആംഗിൾ പി ആർ ക്യൂ ആണ്. രണ്ടും വ്യത്യാസമുണ്ട്. ഇത് രണ്ടും ഒരുപോലെ ആയിട്ടൊക്കെ തോന്നും, പക്ഷെ നിങ്ങൾ നടുക്കത്തെ പോർഷനാണ് നോക്കണം. അത് ക്യൂ ആണെങ്കിൽ ഇപ്പുറത്തെ ആറാണ്. അപ്പോൾ ഈ 4 സെന്റിമീറ്റർ രണ്ടിടത്തും തുല്യമായതുകൊണ്ട് അതിന് ഓപ്പോസിറ്റ് വരുന്ന ഇവിടുത്തെ കോൺ ഏതാണോ അത് തന്നെയായിരിക്കും ഇവിടെ. എന്ന് വെച്ചാൽ ഇവിടെ ഒരു 40 ഡിഗ്രി മാർക്ക് ചെയ്താൽ ഇവിടെ എത്ര തന്നെ വരത്തോളൂ? 40 ഡിഗ്രിയെ വരത്തോളൂ. അതാണ് നമ്മൾ ഒന്നാമതായി പഠിക്കുന്നത്. ഓക്കെയാണ്, സെറ്റാണ്, ഓക്കെയാണ്. ഇപ്പൊ നമ്മൾ 2 കോണുകൾ തുല്യമാണെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ മക്കളെ? നോക്കി, ഇവിടുത്തെ ആംഗിളിന് ഈക്വൽ ആണ് ഏതെന്ന് പറഞ്ഞാൽ പി ക്യു ആർ. ഇവിടുത്തെ കോൺ അറിയാം നിങ്ങൾക്ക്. എന്തുകൊണ്ടാണ്? ഇവിടെ 6 സെന്റിമീറ്റർ, ഇവിടെ 6 സെന്റിമീറ്റർ ഓപ്പോസിറ്റ്. ഇവിടുത്തെ കോണും 6 സെന്റിമീറ്റർ ഓപ്പോസിറ്റ്. ഈ 2 കോണും എന്തുമായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ എഴുതി. എന്നിട്ട് നമ്മൾ രണ്ടാമത് കണ്ടുപിടിച്ച് ഏതാണ്? എന്താണ്ട് ഇവിടുത്തെ കോൺ 4 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ കോണും അതോടൊപ്പം 4 സെന്റിമീറ്റർ ഓപ്പോസിറ്റ് ആയി ഇവിടുത്തെ കോണും ഈക്വൽ. ഓക്കെയാണ്. അപ്പൊ ഈ 2 കോണുകൾ വീതം ഈക്വൽ. ഇനി മൂന്നാമത് എഴുതാൻ നിങ്ങൾക്ക് സിമ്പിൾ ആണല്ലോ. അടുത്ത നിങ്ങൾ അങ്ങ് എഴുതിയാൽ പോരെ. അടുത്തത് ഞാൻ ഈ പറയണ്ടല്ലോ. നോക്കണേ, ഇവിടെ സി ഉണ്ട്. അപ്പൊ ആ കോണിന്റെ പേര് പറ. ആംഗിൾ ഏതാണ്? എ സി ബി. അതാണല്ലോ ഇനിയുള്ളത്. ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു അതിന് തുല്യം ഏതായിരിക്കും? ഇവിടുത്തെ കോൺ ആയിരിക്കും. സംശയമൊന്നും വേണ്ട. അതിനി ആലോചിക്കാനൊന്നും നിൽക്കേണ്ട, അങ്ങ് എഴുതിയാൽ മതി. ആംഗിൾ ഏതാടാ? ആർ പി ക്യൂന് ഈക്വൽ ആയിരിക്കും. ഓക്കെയാണ്. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചത് ഈ വട്ടത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം എഴുതാനായി പഠിക്കുക. എപ്പോഴാണ് ഇത് എഴുതാൻ പറ്റുന്നത്? വശങ്ങൾ തുല്യമാണെങ്കിൽ. വശങ്ങൾ മീൻസ് ഇവിടെ 6 വരുമ്പോൾ ഇവിടെ 6 വരുന്നു, ഇവിടെ 3 വരുമ്പോൾ ഇവിടെയും 3 വരുന്നു, ഇവിടെ 4 വരുമ്പോൾ ഇവിടെ 4 വന്നാൽ ഈ വട്ടത്തിൽ കിടക്കുന്ന കാര്യം അല്ലെങ്കിൽ അതിന്റെ കോണുകളെല്ലാം തുല്യമാണെന്ന് എഴുതാൻ പറ്റും. ഉറപ്പിച്ചു വെച്ചോ മനസ്സിൽ. എന്തോ പ്രത്യേകത? ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ അല്ലെങ്കിൽ സൈഡ്സ് തുല്യമാണെങ്കിൽ മറ്റൊരു ത്രികോണമായിട്ട് നോക്കുമ്പോൾ അപ്പോൾ അതിന്റെ എന്തും തുല്യമായി വരും, അതിന്റെ കോണുകളും തുല്യമായി വരും. ഏത് കോണുകൾ? തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ. ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സെറ്റാണ്. ഇത് എഴുതാൻ പഠിച്ചേ. നമുക്ക് ഒരു വട്ടവും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ ഒന്നുകൂടെ ട്രൈ ചെയ്യുക. ഞാനും എഴുതും, നിങ്ങളും എഴുതും. ഓക്കെയാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ച കാര്യം ഈ 2 ത്രികോണങ്ങളെ അപ്ലൈ ചെയ്യണം. അപ്പൊ ഈ 2 ട്രയാങ്കിളിലെയും എന്ത് ഈക്വൽ ആണ് മക്കളെ? സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഒന്നുകൂടെ നോക്കിയോ. ഇവിടെ 6 സെന്റിമീറ്റർ വന്നപ്പോ ഇപ്പുറത്തെ ത്രികോണത്തിന്റെ ഇവിടെ എന്തുണ്ട്? 6 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 6ന് ഓപ്പോസിറ്റ് വരുന്ന ഈ കോണും അതോടൊപ്പം ഈ 6ന് ഓപ്പോസിറ്റ് വരുന്ന ഈ കോണും എന്തുമായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ പേര് ഞാനൊന്ന് എഴുതാം, നിങ്ങൾക്ക് മനസ്സിൽ വന്ന് കാണും. ആംഗിൾ ഏതാ? ZXY എന്ന് പറയുന്നു. നോക്ക്, ഇതല്ലയോ ആംഗിൾ. ഇവിടുത്തെ കോണ് ഏത് കോണിന്? ഇവിടുത്തെ കോണിന് തുല്യമാണ്. ആരോ മാർക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഇവിടെയും 6 സെന്റിമീറ്റർ, ഇവിടെയും 6 സെന്റിമീറ്റർ. അപ്പൊ ഈ കോൺ എന്തിന് ഈക്വലാ? ഇവിടുത്തെ കോണിന് ഈക്വലാ. അപ്പൊ അടുത്ത കോൺ എഴുതുക. ഈസ് ഈക്വൽ ടു ആംഗിൾ പി ആർ ക്യൂ. പക്കയാണ്. ഇത് എഴുതാൻ നിങ്ങളെ കൊണ്ട് പറ്റുവേ? എളുപ്പമല്ലയോ? 6നും 6നും ഓപ്പോസിറ്റ് ഉള്ള 2 ആംഗിൾ എഴുതി അത് 2 തുല്യമായിരിക്കും. അടുത്ത തുല്യ കോണുകൾ നമുക്ക് എഴുതാം. നോക്കടാ, ഇവിടെ 3 സെന്റിമീറ്റർ ഉണ്ട്. അപ്പുറത്തെ ത്രികോണത്തിൽ നോക്കി, ഇവിടെ 3 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ ഈ 3ന് ഓപ്പോസിറ്റ് വരുന്നതാ ഈ കോണും അതോടൊപ്പം ഈ 3ന് ഓപ്പോസിറ്റ് വരുന്നത് ഈ കോണും എന്തുമായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈക്വൽ ആയിട്ടുള്ള കോണുകൾ നമുക്ക് എഴുതാം. ആംഗിൾ നമുക്കറിയാം 3ന് ഓപ്പോസിറ്റ് ചെയ്താൽ ഈ കോണാണ് എന്ന് പറയുമ്പോൾ എന്തോ ആംഗിൾ എന്തെന്ന് എഴുതാം? എക്സ്. നോക്കടാ, ആംഗിൾ എക്സ് ZY ഈസ് ഈക്വൽ ടു അടുത്ത 3ന് ഓപ്പോസിറ്റ് ഏത് കോണാ? ഈ കോണാ. അപ്പൊ എന്തെന്ന് എഴുതാം? PQR. എന്തെന്ന് എഴുതണം? ആംഗിൾ PQR എന്ന് എഴുതണം. ശ്രദ്ധിച്ചെഴുതിയാൽ മതി. കണ്ടല്ലോ. അപ്പൊ ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ എഴുതാൻ ഇനി വലിയ പാടൊന്നുള്ള ഏതൊക്കെ എഴുതിയെന്ന് നോക്കിയിരുന്നാൽ മതി. ഇവിടുത്തെ കോണും നമ്മൾ എഴുതി. ഇനി ബാക്കി എഴുതാനുള്ളത് മാത്രം അങ്ങോട്ട് എഴുതാം. ആംഗിൾ ഇനി എഴുതാനുള്ളത് ഇവിടുത്തെ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഭാഗത്തെയാണ്. അതേതാണ്? XYZ ആണ് എഴുതാനുള്ളത്. ഓക്കെയാണ്. ഈസ് ഈക്വൽ ടു ആംഗിൾ. ഇപ്പുറത്തെ ഏതൊക്കെ എഴുതാനുള്ളതാണ്ട്? ഇവിടുത്തെ എഴുതി. ഇനി എഴുതാനുള്ളത് ഏതാണ്ടാ? ഈ കോണാണ്. ആ കോണിന്റെ പേരങ്ങ് എഴുതുക. ആംഗിൾ RPQ. കണ്ടല്ലോ. അപ്പൊ അവസാനത്തെ എഴുതാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ മനസ്സിലായി ഈ ത്രികോണത്തിന്റെ വശങ്ങൾ തന്നെയാണ് ഈ ത്രികോണങ്ങൾക്ക് വന്നതെങ്കിൽ അതിന്റെ കോണുകൾ ഇതുപോലെ തുല്യമായി വരുമെന്ന കാര്യം ഓർത്ത് വെക്കുക. മനസ്സിലായല്ലോ. അപ്പൊ തുല്യ വശങ്ങൾ ഉണ്ടെങ്കിൽ തുല്യ കോണുകളും ഉണ്ടായിരിക്കും. അതെങ്ങനെ? തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണായിരിക്കുമെന്നും പക്കയായി വൃത്തിക്ക് മനസ്സിലായല്ലോ. അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സെറ്റാവും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് 2 ട്രയാങ്കിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ത്രികോണവും ഈ ത്രികോണവും നിങ്ങൾക്ക് കാണാം.
ആദ്യം നോക്കേണ്ട ഈ ത്രികോണത്തിന്റെ 3 സെന്റിമീറ്റർ ഇവിടെ ഉണ്ട്, ഇവിടെ 2 സെന്റിമീറ്റർ വന്നപ്പോൾ ഇവിടെ ഉണ്ട് 2, ഇവിടെ 4 വന്നപ്പോൾ ഇവിടെ 4 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് തുല്യമായിരിക്കും? അതിന്റെ കോണുകൾ തുല്യമായിരിക്കും. ആ തുല്യമായ കോണുകൾ എഴുതാനാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ആ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഞാൻ പടം ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുല്യമായിട്ടുള്ള കോണുകൾ എഴുതണം. ഇതാ നോക്കിയ തുല്യമായിട്ടുള്ള കോൺ എഴുതണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? തുല്യ വശങ്ങൾ ആദ്യമേ സെലക്ട് ചെയ്യണം. നോക്കി ഇവിടെ 3 ഉണ്ട്, അപ്പോൾ അതാ ഇവിടെയും 3 ഉണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ 3ന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ നോക്കണം. 3ന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇനി ഇങ്ങനെ മാർക്ക് ചെയ്താൽ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ഈ 3ന് ഓപ്പോസിറ്റ് വരുന്ന കോൺ എന്ന് പറഞ്ഞാൽ ഈ കോണാണ്. സംശയമൊന്നുമില്ല. അതിന്റെ പേരങ്ങ് എഴുതിയാൽ മതി. ഇനി അതിന്റെ പേര് എഴുതുമ്പോൾ സൂക്ഷിക്കണം. ആംഗിൾ MNL ആണ് ആ ആംഗിൾ. ഈസ് ഈക്വൽ ടു ഇപ്പുറത്തെ 3 നിങ്ങൾക്കറിയാം. ആ 3ന് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അതാ ഇവിടുത്തെയാണ്. ഈ കോൺ ഏതാ? ZXY. ഏതാണ്? ആംഗിൾ ZXY എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സിമ്പിളാ, കഴിഞ്ഞു. ഇനി അടുത്തത് നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ എഴുതാൻ നോക്കി. ഇവിടെ 4 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇപ്പുറത്തും 4 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? 4 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എഴുതണം. അതിതാ ഇവനാണ്. അതിന്റെ പേര് പറ, ആംഗിൾ NML. ആംഗിൾ NML ഓക്കെയാണ്. ഈസ് ഈക്വൽ ടു ഈ 4ന് ഓപ്പോസിറ്റ് ഏതാണ് മക്കളെ? വൈയുടെ അങ്ങോട്ടേക്ക്. അപ്പൊ ആംഗിൾ XYZ ശ്രദ്ധിച്ചെഴുതണം. ആംഗിൾ XYZ. അടുത്തത് എഴുതാൻ ഒരു കുഞ്ഞു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ശ്രദ്ധിക്കുക. നോക്ക്, നമ്മുടെ ത്രികോണത്തിലെ N-ഉം M-ഉം വന്നു. ഇനി ആരാ ഇവിടെ നടുക്ക് വരാനുള്ള? L. അപ്പൊ അതങ്ങ് എഴുതിയാൽ മതി. കേട്ടോ, നടുക്ക് L ആണ് വരാനുള്ളത്. അപ്പൊ ഇപ്പുറത്ത് ആരാ ഉള്ള? M ഉണ്ട്, ഇപ്പുറത്ത് ആരാ ഉള്ള N ഉണ്ട്. അപ്പൊ ആംഗിൾ NLM എന്ന് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് ചെയ്യാം. ദാ ഈ 4ന് ഓപ്പോസിറ്റ് ഈ ആംഗിൾ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ദാ ഈ ആംഗിളും കൂടെ ഉള്ളായിരുന്നു. ആ ആംഗിൾ ഏത് തന്നെയാണ്? ആംഗിൾ NLM തന്നെയാണ്. സംശയമൊന്നും വേണ്ട കേട്ടോ. ഇനി അതേപോലെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. നോക്ക്, ഇവിടെ X ആയി, ഇവിടെ Y ആയി. നടുക്കുള്ള അക്ഷരമാണ് നോക്കേണ്ടത്. നോക്ക്, ഇവിടെ X ആയി, ഇവിടെ Y ആയി. ഇനി ആരാ നടുക്ക് വരാനുള്ള? Z അങ്ങ് എഴുതിയാൽ മതി. ഒരു ടെൻഷനും വേണ്ട. ഇവിടെ Z എഴുതാം, ഇപ്പുറത്ത് X കൊടുക്കാം, ഇപ്പുറത്ത് Yയും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഉത്തരം ദാണ്ട് ഇതായിരിക്കും, ആംഗിൾ YZX. ഇതാ മക്കളെ, ഇനി എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരും. സാറേ ഇതാ ഇത് ഇങ്ങനെ തന്നെ എഴുതണോ അതോ ഇങ്ങനെ എഴുതിയാൽ തെറ്റുണ്ടോ എന്ന് ചോദിക്കും. ആംഗിൾ YXZ എന്ന് എഴുതിയാൽ ശരിയാണ് മക്കളെ. YXZ എന്ന് എഴുതാം. നോക്ക്, ഈ ആംഗിളിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആംഗിൾ ZYX എന്ന് എഴുതാം, കുഴപ്പമില്ല. ഈ നടുക്ക് Y വന്നാൽ മതി കേട്ടോ. അടുത്തതാ ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ XZY എന്ന് എഴുതാം, തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ അക്ഷരങ്ങൾ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന മാറും, നടുക്കത്തത് മാറത്തില്ല. നടുക്ക് ഇസഡും നടുക്ക് വൈയും നടുക്ക് എക്സുവേ വരാവൂ. ഇത് തിരിഞ്ഞും മറിഞ്ഞും വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല. കൃത്യമായ ആംഗിളൊക്കെ എഴുതാനായിട്ട് പഠിക്കുക. ഇതായിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ. അപ്പൊ തുല്യമായിട്ടുള്ള വശങ്ങൾക്കെതിരെയുള്ള തുല്യ കോണുകൾ എഴുതാനായിട്ട് നമ്മൾ പഠിച്ചു. സെറ്റാണ്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ അടുത്ത ചോദ്യമാണ്. ഇവിടെയും 2 ട്രയാങ്കിൾ ഉണ്ട്. ഈ 2 ട്രയാങ്കിളിന്റെയും വശങ്ങൾ തുല്യമാണെങ്കിൽ അതിന് ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിളുകൾ എടുത്ത് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പരിപാടി നിങ്ങൾക്കറിയാം. ദാ ഇവിടെ 3.6 ഉണ്ട്, ഇവിടെയും 3.6 ഉണ്ട്. അപ്പൊ നമുക്കറിയാം 3.6ന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ദാ ഇവിടെയാണ്. 3.6ന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ, ആംഗിളിന്റെ പേര് പറയാം ആംഗിൾ ACB. ആംഗിൾ ACB ഈസ് ഈക്വൽ ടു അപ്പുറത്തെ ത്രികോണത്തിന് 3.6ന് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ദാ ഇവിടെയാണ്. ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. 3.6ന് നേരെ ഓപ്പോസിറ്റ് അല്ലേ ഇത്. അപ്പൊ ആംഗിൾ PQR ആണ്. ആരാണ്? ആംഗിൾ PQR. അപ്പൊ ഈ 2 ആംഗിളും ആയിരിക്കും തുല്യമായിട്ട് വരുന്നത്. ഇനി അളവ് എഴുതുമ്പോൾ നിങ്ങൾക്ക് കൃത്യമാവും. അടുത്ത നമുക്ക് മാർക്ക് ചെയ്യാം. നോക്കണം, അടുത്തതായിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്ന 3 സെന്റിമീറ്റർ ഉണ്ട്. ഇവിടെ 3 സെന്റിമീറ്റർ ഉണ്ട്, ഇവിടെയും 3 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഏതാ വന്നേക്കുന്നത്? നോക്ക്, 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഇവിടെയാണ്. ആ ആംഗിളിന്റെ പേര് പറ, ആംഗിൾ CAB. ആംഗിൾ CAB. അതിനെ തിരിച്ച് BAC എന്ന് എഴുതാം, തെറ്റില്ല. ഈസ് ഈക്വൽ ടു ഇനി നോക്കാം 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ അല്ലേ, മുകളിലത്തെ ആംഗിൾ അല്ലേ 3 സെന്റിമീറ്റർ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ആംഗിൾ PRQ. ഏതാണ്? ആംഗിൾ PRQ. ഇനി മൂന്നാമത്തത് എഴുതാൻ എളുപ്പവഴി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് എളുപ്പവഴി? നിങ്ങൾ പറ. ഇവിടെ C ഉണ്ട്, ഇവിടെ A ഉണ്ട്. ഇനി നടുക്ക് വരാൻ ഏത് അക്ഷരമേ ഉള്ളൂ? B. നടുക്ക് ഏത് അക്ഷരം വരാനുള്ള? B എന്ന് എഴുതുക. അപ്പുറം ഇപ്പുറമുള്ള നിങ്ങൾക്കറിയാം A എഴുതുക, ഇപ്പുറത്ത് C എഴുതുക, കുഴപ്പമൊന്നുമില്ല. ആംഗിൾ ABC എന്നാവും. ഈസ് ഈക്വൽ ടു
ഇനി അടുത്തത് ഏത് അക്ഷരം വരാനുള്ളത് നോക്കുന്നതാണ്. നടുക്ക് Q വന്നു, നടുക്ക് R വന്നു. ഇനി ആരാ നടുക്ക് വരാനുള്ള? P ആണ് വരാനുള്ളത്. നടുക്ക് ഏതാ വരേണ്ട? P ആണ് വരാനുള്ളത്. അപ്പൊ ഇപ്പുറത്ത് R എഴുതാം, ഇവിടെ R എഴുതാം, ഇപ്പുറത്ത് Q എഴുതാം. ഇതൊരു എളുപ്പ വഴിയാണ്. ഇതിന്റെ ട്രിക്ക് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് കിട്ടും. ഓക്കെയാണ്. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ. ഈക്വൽ ആയിട്ടുള്ള വശങ്ങൾക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ 3 ആംഗിൾ ആയിരിക്കും തുല്യമായിട്ട് വരുന്നത്. ഓക്കെയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ആ ക്വസ്റ്റ്യന്റെ പ്രത്യേകത ഇതുപോലെയാണ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ വട്ടത്തിൽ കാണിക്കുന്ന ഭാഗങ്ങളെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന വെച്ച് നിങ്ങൾക്ക് അറിയാം, എ ബിയും QR ഈക്വൽ ആണ്. അളവ് എഴുതിയിട്ടില്ല ക്വസ്റ്റ്യനിൽ. 6 സെന്റിമീറ്റർ എന്നൊന്നും എഴുതിയിട്ടില്ല. ഇതാ പറഞ്ഞേക്കുന്നത് എ ബിയും QR ഈക്വൽ ആണ്. എന്തോ പറഞ്ഞേക്കുന്നത്? എ ബിയും QR ഈക്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം മക്കളെ? എ ബിയും QR ഈക്വലാ എന്ന് വെച്ചാൽ എ ബി എന്ന് പറഞ്ഞ സൈഡ് ഏതാ? നിങ്ങൾ പറ. എ ബി എന്ന് പറഞ്ഞത് ഈ സൈഡും അതോടൊപ്പം QR എന്ന് പറഞ്ഞ സൈഡ് ഏതാ? ഈ സൈഡ്. ഇപ്പൊ പച്ച കളറിൽ അടിച്ച ആ 2 സൈഡ് ഈക്വൽ എന്നാണ് ഈ ആദ്യത്തെ പോയിന്റ് നമുക്ക് മനസ്സിലാവുന്നത്. നോക്കി, ഇത് എ ബി എന്ന് പറഞ്ഞ സൈഡും QR എന്ന് പറഞ്ഞ സൈഡും തുല്യമാണ്. സൈഡ് തുല്യമായാൽ, വശങ്ങൾ തുല്യമായാൽ അതിനെതിരെ വരുന്ന കോണുകൾ എന്തുമായിരിക്കും? തുല്യമായിരിക്കും. നമുക്കറിയാം. അപ്പൊ ഈ എ ബിക്ക് നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഈ കോൺ കണ്ടോ, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് റെഡില്. ആ കോണും അതാണ് ഈ QR നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഈ കോണും എന്തുമായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്തുമായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമുക്ക് ആ പേരൊന്ന് എഴുതാം. ആംഗിൾ ACB എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ആംഗിൾ RPQ ആയിരിക്കും. സംശയമുണ്ടോ? ഇല്ല, യാതൊരു സംശയവുമില്ല. ഈ ഒരു സംഭവം എഴുതിയത് ആർക്കും ഡൗട്ട് വേണ്ട. എ ബിയും QR ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന ഈ 2 ആംഗിൾ എന്തുമായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ മക്കളെ, ഈ ആംഗിൾ എത്ര? നിങ്ങളൊന്ന് പറഞ്ഞു തരണേ, എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു തരണേ. ഈ ആംഗിൾ എത്ര എന്ന് നിങ്ങൾ പറ. ആ മുകളിലത്തെ ഈ ആംഗിൾ എത്ര? ഇവിടെ 60 ഉണ്ട്, ഇവിടെ 40 ഉണ്ട്. ഒരു ത്രികോണത്തിലെ 3 കോണും കൂടെ കൂട്ടിയ 180 ആണെന്ന് കുഞ്ഞുനാൾ മുതലേ നിങ്ങൾ പഠിക്കുന്നു. 180. അപ്പൊ ഈ 60ഉം ഈ 40ഉം കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് അറിയാം 100 ആണ്. അപ്പൊ 180 ആവണമെങ്കിൽ ബാക്കി ഇവിടെ എന്ത് വരും എന്ന് ചോദിച്ചാൽ നിങ്ങൾ യാതൊരു സംശയമില്ലാതെ എന്നോട് പറയണം 80 ഡിഗ്രിയാണ് സാർ. അപ്പോ ആംഗിൾ ACBയും ആംഗിൾ RPQയും എത്ര എന്ന് ചോദിച്ചാൽ 80 ഡിഗ്രി. അതോടൊപ്പം നിങ്ങൾക്ക് ഇപ്പുറത്തെ ത്രികോണത്തിൽ ധൈര്യമായി ഇവിടെ എഴുതി വെക്കാം 80 ഡിഗ്രി. പക്ക. അപ്പൊ നിങ്ങൾ ഉത്തരം എഴുതാനല്ല ഈ വീഡിയോ ഉപയോഗിക്കേണ്ടത്, പഠിക്കാനും കൂടെ ഉപയോഗിക്കുക. യാതൊരു ട്യൂഷനും പോകേണ്ട ആവശ്യമില്ല. എൻ്റെ ക്ലാസ്സുകൾ കൃത്യമായി കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുന്നത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് മക്കളെ. കൃത്യമായിട്ട് 1ാമത്തെ വീഡിയോ കണ്ടാലും മതി കേട്ടോ. ആദ്യത്തെ ചാപ്റ്ററിന്റെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെയാണ്. അപ്പൊ 80 ഡിഗ്രി പക്കയാണ്. 80 ഡിഗ്രി മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി നിങ്ങൾ അടുത്ത പോയിന്റ് ഒന്ന് വായിച്ചേ. BC is equal to RP എന്നാ പറഞ്ഞേക്കുന്നത്. എന്തോ പറഞ്ഞേക്കുന്നത്? BCയും RPയും ഈക്വൽ ആണ് എന്നൊരു വാചകം പറഞ്ഞിട്ടുണ്ട്. നോക്കാം നമുക്ക്. BC എവിടെയാടാ? BC എന്ന് പറഞ്ഞ സൈഡ് ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. BCയും അതാണൊക്കെ RPയും കണ്ടോ. BCയും RPയും ഈക്വൽ ആണ്. ഓക്കെയാണ്. അപ്പൊ 2ാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ. BC എന്ന് പറഞ്ഞ സൈഡും RP എന്ന് പറഞ്ഞ സൈഡും ഈക്വൽ. അപ്പൊ അടുത്ത പരിപാടി എന്തോ? BCക്ക് ഓപ്പോസിറ്റ് 40 ഡിഗ്രി ആണെങ്കിൽ കണ്ടോ, BCക്ക് ഓപ്പോസിറ്റ് ഉള്ള കോൺ ഉണ്ട്, ഇവിടെ തന്നിട്ടുണ്ട് 40 ഡിഗ്രി ആണെങ്കിൽ. RPക്ക് ഓപ്പോസിറ്റ് ഇവിടുത്തെ കോൺ എത്ര വരും മക്കളെ? പറ, എത്ര വരും? 40. പക്ഷെ നമുക്ക് ആംഗിൾ എഴുതി തന്നെ പഠിക്കാം. ആംഗിൾ പറ. ആ BCക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ പറഞ്ഞാൽ ഇതാണ് BC. BCക്ക് ഓപ്പോസിറ്റ് ഈ ആംഗിൾ. ഈ ആംഗിൾ ഏതാ? A വരുന്ന ആംഗിൾ. ആംഗിൾ CAB. ആംഗിൾ CAB ഈസ് ഈക്വൽ ടു എന്ത് വരും നോക്കടാ? RPക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഇവിടെയാണ്. അതിന്റെ പേര് പറ. Q ആണ് നടുക്ക്. PQR. ആംഗിൾ PQR എന്ന് വരും. അത് എത്രാന്ന് ചോദിച്ചാൽ അത് എത്രയാണ്? 40 ഡിഗ്രി. സംശയം ഉണ്ടോടാ? നോക്കടാ. CAB എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? CAB ഇവിടെ തന്നിട്ടുണ്ട് 40 ഡിഗ്രി. അവൻ തന്നെയാണ് ആംഗിൾ PQR. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ഇവിടെ എഴുതി വെക്കാം. ഇവിടെ എത്ര കിട്ടും? 40 ഡിഗ്രി. കണ്ടോ? അപ്പൊ നമ്മൾ 1ാമത്തെ ത്രികോണത്തിന്റെ ഇത് വെച്ചുകൊണ്ട് മറ്റതങ്ങ് എഴുതി കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്കറിയാം ഇവിടെ 80 ഉണ്ട്, ഇവിടെ 40 ഉണ്ടെങ്കിൽ ഇവിടെ എത്ര? 8ഉം 40ഉം കൂടെ 80 40 കൂടെ കൂട്ടിയ 120 ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ബാക്കി ഇവിടെ എത്ര വരും? 60 ഡിഗ്രി. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം ആംഗിൾ PRQ എത്ര വരുവടാ? PRQ എത്ര വരും? നമ്മളിപ്പോ പറഞ്ഞു 60 ഡിഗ്രി. എന്തുകൊണ്ടാ? ഇവിടെ 80ഉം 40ഉം കൂടെ കൂട്ടിയ 120. 120നോട് ഇവിടെ എന്ത് കൂട്ടണം? 60. അതുകൊണ്ട് അത് എത്രയാ?
60 ഡിഗ്രി. ഓക്കെയാണ്. അപ്പൊ ഇത്രയുള്ളായിരുന്നു ഈ ചോദ്യത്തിന്റെ ഉത്തരം. അപ്പോൾ നമ്മളിതാ ഈ ത്രികോണത്തിലെ എല്ലാ കോണുകളും ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചേക്കാം. അപ്പൊ ഇവിടെ 60 കൂടെ മാർക്ക് ചെയ്യുമ്പോൾ ഈ ത്രികോണം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഈ ത്രികോണം കംപ്ലീറ്റ് ചെയ്യാൻ ഇതിന്റെ ആംഗിൾ എല്ലാം കൂടെ പൂർത്തീകരിക്കാനായിരുന്നു നിങ്ങളുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ത്രികോണമാണ്. സെറ്റ് ആക്കിയിട്ടുണ്ട്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കമൻ്റൊക്കെ അറിയിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എൻ്റെ പഠിപ്പിക്കുന്നതിനകത്തുള്ള തെറ്റുകുറ്റങ്ങളും കൃത്യമായി പഠിപ്പിക്കാനും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കും. അപ്പോൾ തന്നിരിക്കുന്നതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും 3 പോയിന്റ്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാ? എ ബിയും ക്യു ആറും ഈക്വൽ ആണ്, ബി സിയും ബി ക്യൂയും ഈക്വൽ ആണ്, സി എ ആർ പിയും ഈക്വൽ ആണെങ്കിൽ ഈ ത്രികോണങ്ങളുടെ എല്ലാ കോണുകളും കണ്ടെത്താനാണ് ചോദ്യം. കോണുകൾ കണ്ടെത്താം. അതായത് ഇവിടുത്തെ കോണും ഇല്ല, ഇവിടുത്തെ കോണൊന്നും തന്നിട്ടില്ല. അത് കണ്ടെത്താനാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. അതിനുള്ള എളുപ്പവഴി എന്താ നമുക്കറിയാലോ. അപ്പൊ വശങ്ങൾ തുല്യമാണെങ്കിൽ കണ്ടോ, ഈ വശം തുല്യം. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ നോക്കിയേ? എ ബി ഇസ് ഈക്വൽ ടു ക്യു ആർ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, എ ബി ക്യു ആറിന് ഈക്വൽ ആണ്. നോക്കണം, എ ബി എന്ത് ചെയ്യേ? എ ബി എന്ന് പറഞ്ഞ ഈ സൈഡും അതൊക്കെ ഏതാ? ക്യു ആർ എന്ന് പറഞ്ഞ സൈഡും ഈക്വലാണ്. ഓക്കെയാണ്. അപ്പൊ നമുക്കറിയാം ഈ എ ബിക്ക് ഓപ്പോസിറ്റ് വരുന്നത് ഈ ആംഗിൾ ഏതാ? ആംഗിൾ എ സി ബി. ഏതാ ആംഗിളാണ്? ആംഗിൾ എ സി ബി എന്ന് പറയുന്നത്. കണ്ടല്ലേ, എ ബിക്ക് ഓപ്പോസിറ്റ് വരുന്നത് ഈ ആംഗിൾ. ഈ എ സി ബി എന്ന് പറയുന്നത് എന്തിനു തുല്യമായിരിക്കും? ഈ ക്യു ആറിന് ഓപ്പോസിറ്റ് വരുന്ന ഏതിനിതാ? ഈ പിക്ക് തുല്യമായിരിക്കും, അല്ലെങ്കിൽ ആർ പി ക്യൂന്. ആംഗിൾ ആർ പി ക്യൂന് ഈക്വൽ ആയിരിക്കും. ഓക്കെയാണ്. ഈ 2 ആംഗിളാണ് ഈക്വൽ. അത് എത്ര ആണെന്ന് തന്നിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പുറത്ത് നോക്കിയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അത് രണ്ടും അതുപോലെ എഴുതി വെച്ചു. ഇനി അടുത്തത് നോക്ക്, ബി സി ഇസ് ഈക്വൽ ടു പി ക്യൂ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സൈഡാണ്, നോക്കി ചെയ്യണം, നോക്കി മനസ്സിലാക്കി ചെയ്യുക. ബി സി ഇസ് ഈക്വൽ ടു പി ക്യൂ. നോക്ക്, ബി സി എന്ന് പറയുന്ന സൈഡും അതോടൊപ്പം പി ക്യൂ എന്ന് പറഞ്ഞ സൈഡും തുല്യമാണ്. നോക്കണേ, ബി സിയും പി ക്യൂ. അപ്പൊ ബി സിക്ക് ഓപ്പോസിറ്റ് ഈ ആംഗിൾ ഏതാ? സി എ ബി. ഏതാണ്? ആംഗിൾ സി എ ബി. ഏതാണ്? ആംഗിൾ സി എ ബി. തെറ്റിപ്പോലെ, ആംഗിൾ സി എ ബി. കണ്ടോ, ബി സിക്ക് ഓപ്പോസിറ്റ് ഏത് എന്ന് ചോദിച്ചത് ആംഗിൾ സി എ ബി ആണ്. സി എ ബി എത്ര? 60 ഡിഗ്രി ആണ്. ആ സി എ ബി ആണെങ്കിൽ അതുപോലെ ബി സിക്ക് ഏതാണ് ഈക്വൽ ആയിട്ട് വരുന്നത്? നോക്ക്, ബി സിക്ക് ഈക്വൽ ഏതാ? പി ക്യൂ ആണ്. തെറ്റിപ്പോയതാണ്, പി ക്യൂ. പി ക്യൂവിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ എന്തുമായിരിക്കും? ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ പി ആർ ക്യൂ. ആംഗിൾ പി ആർ ക്യൂ. പി ആർ ക്യൂ അപ്പൊ എത്ര ആയിരിക്കും എന്ന് ചോദിച്ചാൽ 60 ഡിഗ്രി. സംശയം ഉണ്ടോ? അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്ര നമുക്ക് മാർക്ക് ചെയ്യാം? 60 ഡിഗ്രി. എന്തിനും ഡൗട്ട് ഉണ്ടോ? അവിടെ 60 ഡിഗ്രി മാർക്ക് ചെയ്തതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ 60 ഡിഗ്രി എങ്ങനെയാ വന്നേ? എന്തുകൊണ്ടാ? ഈ പി ക്യൂവിന് ഓപ്പോസിറ്റ് 60 ആണെങ്കിൽ ഈ ബി സിക്ക് ഓപ്പോസിറ്റ് എന്ത് തന്നെയാണ്? 60 ആയിരിക്കും. പക്ക ഓക്കെ ആണ്. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത്. നോക്കി, ഇവിടെ 70ഉം 60ഉം വന്നാൽ ഇവിടുത്തെ എത്ര? നിങ്ങൾ പറ, ഇവിടുത്തെ എത്ര? നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അത് നമുക്ക് വേറൊന്നിന്റെ ബുദ്ധി വേണ്ട. നമുക്കറിയാം 70ഉം 60ഉം ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 130. 130 കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്തൊരു 50 ഡിഗ്രി. അപ്പൊ അത് സംശയമൊന്നുമില്ല. ഇവിടെ എത്ര മാർക്ക് ചെയ്ത് വയ്ക്കുക? 50 ഡിഗ്രി. അവിടെ 50 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ആർ പി ക്യു എത്ര? 50 ഡിഗ്രി. അല്ലെങ്കിൽ ആദ്യത്തെ ആംഗിളുകളെല്ലാം എത്ര? 50 ഡിഗ്രി. അല്ലെങ്കിൽ ആർ പി ക്യു 50 ഡിഗ്രി നമ്മളിവിടെ മാർക്ക് ചെയ്താൽ ആംഗിൾ എ സി ബി എന്ത് തന്നെയാണ്? 50 ഡിഗ്രി. അല്ലെങ്കിൽ ഈ എ സി ബി എത്ര? 50 ഡിഗ്രി. ഓക്കെയാണ്. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ആംഗിൾ 50 ആണ് നമുക്ക് കിട്ടി. അത് 50 ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ കിട്ടി. നോക്ക് 50ഉം 60ഉം കൂടെ കൂട്ടി എത്ര? 110. അപ്പൊ ഇവിടെ എന്ത് വരും? 70 വരും. എത്ര വരും? ഇവിടെ 70 വരുമെന്നും മനസ്സിലാക്കാം. അവിടെ 70 വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഈ 2 ആംഗിളും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതി വെക്കാം. എന്തെന്ന് എഴുതി വെക്കാം? 70 ഈക്വൽ ആണ്. ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു 70ന്റെ ഏതാ? ആംഗിൾ പി ക്യു ആർ ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഇവിടുത്തെ 70ഉം ഇവിടുത്തെ 70ഉം ഈക്വലാ എന്ന് പറയുമ്പോൾ എ ബി സിയും പി ക്യു ആറും ഈക്വലാ. വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നമുക്കിതാ ഈ വരിയും കൂടെ എഴുതി വെച്ച് ഈ 2 ത്രികോണത്തിലെയും കോണുകൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇത്ര മാത്രമേ ഉള്ളായിരുന്നു ഈ ചോദ്യം. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ആണ് ന്യൂജൻ മാത്ത് എന്ന് പറയുന്ന ഈ ചാനൽ വരുന്ന. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നോട്ടിഫിക്കേഷൻ ഒക്കെ ഓണാക്കി വെച്ചാൽ പുതിയ പുതിയ ക്ലാസ്സുകൾ വരുന്നത് നിങ്ങൾ അറിയും. ഇതിന്റെ ബാക്കി ഭാഗം കാണാനായിട്ട് കാത്തിരിക്കുക. ഇതിനകത്ത് ഈ വീഡിയോ എങ്ങനെയൊക്കെ പോകുന്നുണ്ടോ, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും കമന്റ് ആയിട്ട് അറിയിക്കുക. അടുത്ത ഭാഗം ഉടനെ തന്നെ ഇടാം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നന്നായി പഠിക്കണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം. എല്ലാവർക്കും ബൈ. താങ്ക് യു.